ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു കിക്ക് ഓഫ് കുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് കിച്ചൺ ടിപ്സുകളായിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല അടിപൊളി കിച്ചൺ ടിപ്സുകളാണ്. ഇത് അറിയുന്നവരും കാണും, അതുപോലെ അറിയാത്തവരും കാണും. അറിയുന്നവരൊക്കെ അറിയാത്തവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടിപ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയൂ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സോടെ ഒന്ന് കമൻറ്റിലൂടെ ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വീടുകളിൽ പഞ്ചസാരയിൽ നോർമലായിട്ട് കാണുന്നതാണ് ഉറുമ്പ്, ചെറിയ ഉറുമ്പുകൾ കയറാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉറുമ്പ് കയറാണ്ടിരിക്കാനായിട്ട് കുറച്ച് ഗ്രാമ്പൂവിൻ്റെ കഷ്ണങ്ങൾ ഈ പഞ്ചാരയിൽ ഇട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ പിന്നീട് ഉറുമ്പ് കയറില്ല. അത് നമ്മൾ എപ്പോഴും പഞ്ചസാര പടയിലേക്ക് മാറുന്ന ടൈമിൽ അങ്ങനെ ചെയ്താൽ മതി, ഉറുമ്പ് കയറില്ല കേട്ടോ. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോഴേക്കും ഇതുപോലെ തന്നെയാണ് നമ്മുടെ അരിയിൽ ചെറിയ ഊറാൻ കാണും, ചെറിയൊരു പ്രാണി, കറുത്ത കളറിലെ ഊറാനെന്ന് പറയും അതിന് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, അത് കാണാറുണ്ട്. അപ്പോൾ അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അരിയിലും ഇതുപോലെ നമ്മൾ കുറച്ച് ഗ്രാമ്പൂവിൻ്റെ പീസുകൾ ഇട്ടിരുന്നാലും മതി. അങ്ങനെ ഇട്ട് വെച്ചാൽ അരിയിലും ഊറാനൊന്നും കയറില്ല കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്. ഇത് അറിയുന്നവരും കാണും, അറിയാത്തവരും കാണും കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വീട്ടിൽ ഇപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഇത് ചായക്കടികൾ കാണും. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കും നല്ലപോലെ തണുത്തിരിക്കുന്ന ചായക്കടികൾ കാണും. ഏത് ഐറ്റം ആയാലും പപ്സ്, ഉഴുന്നുവട, അതുപോലെ തന്നെ ബജ്ജി ഐറ്റം എന്തായാലും ഒരുമാതിരി തണുത്ത മരം വെച്ചിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമ്മൾ ഓയിലിട്ടത് ഫ്രൈ ചെയ്തെടുത്താൽ അത് കൊള്ളില്ല, പിന്നെ ഭയങ്കര ഓയിലായി പോകും. അപ്പം നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റോടെ കിട്ടാനാണെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. അപ്പം നമ്മളൊരു അടി കട്ടിയുള്ള ഒരു ഫ്രൈ പാൻ നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ഏതാണോ ഉള്ള സ്നാക്സ് അതിലേക്ക് വെച്ച് കൊടുക്കുക. പപ്സൊക്കെ ആണെങ്കിൽ നമ്മളൊരു 10 മിനിറ്റൊക്കെ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മളിത് വെച്ചതിന് ശേഷം ഒരു ഇഡ്ഡലി ചെമ്പിൻ്റെ മൂടി വെച്ചിട്ട് മൂടി വെച്ചാൽ മതി. എന്നിട്ട് ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പം പപ്സ് ആണെങ്കിൽ നമ്മൾ 10 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ, ഹൈ ഫ്ലെയിമിൽ ഫ്രൈ പാൻ നമ്മൾ ചൂടാക്കിയതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ നല്ലതുപോലെ ക്രിസ്പായി കിട്ടുകയും ചെയ്യും. കറക്റ്റ് നമ്മൾ ഈ നമ്മളിപ്പം വറുത്ത് കോരുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ ടേസ്റ്റിൽ തന്നെ നമുക്കത് കഴിക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ്. നല്ല ചൂടോടെ ഇപ്പം നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ഫ്രൈ ചെയ്ത വാക്ക് മേടിച്ച് കഴിക്കുന്ന പോലെ ആയിരിക്കും ഇരിക്കുക. അപ്പം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് 3 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചിട്ടിട്ട് പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഒരു 3 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കറക്റ്റായിട്ട് പുറമേ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഓയിലൊക്കെ തെളിഞ്ഞ് തന്നെ വരും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത ടിപ്പെന്ന് പറയുമ്പോഴേക്കും നമുക്ക് പെട്ടെന്നൊരു കടലക്കറിയൊക്കെ വെക്കണമെന്ന് തോന്നും. പക്ഷെ നമ്മൾ കടലയാണെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്താനൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ്. ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ പോയിട്ട് ഒരു അരമണിക്കൂറൊക്കെ കൊണ്ടിട്ട് നമുക്ക് കടല ഒന്ന് കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് റോളിലേക്ക് നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള കടല നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം. ഏകദേശം കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ഇടുന്നതായിരിക്കും നല്ലത്. അരമണിക്കൂർ നമ്മൾ ഇതുപോലെ തന്നെ മാറ്റി വെക്കുക. എന്നിട്ട് അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലതുപോലെ തന്നെ നമ്മുടെ കടല നമ്മൾ ഒരു ദിവസം ഫുള്ള് നൈറ്റിൽ ഇടുമ്പോൾ എങ്ങനെയാണോ കുതിർന്ന് കിട്ടുക അതുപോലെ തന്നെ നമുക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാരണയായിട്ട് നമ്മൾ കടല കറി വെക്കുന്ന പോലെ വേവിച്ചിട്ട് നമുക്ക് കറി വെക്കാം. അപ്പം ഇതറിയാത്തവരൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമുക്കിനി നമ്മൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പെന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഫുൾ ടൈം നമ്മുടെ അമ്മമാർക്ക് പറ്റുന്ന, അടുക്കളയിലുള്ള എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് ലൈറ്റർ പെട്ടെന്ന് തപ്പി കിട്ടാറില്ല അല്ലേ. നമ്മൾ ലൈറ്റർ വെച്ചിരുന്നിടത്ത് ലൈറ്റർ കാണാറില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റവിൻ്റെ സൈഡിൽ തന്നെ ഒരു ഹോള് കാണുമല്ലോ, ആ ഹോളിൽ നമ്മൾ ലൈറ്റർ ഇട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കും. അപ്പം നമ്മൾ എപ്പോൾ നമ്മൾ ലൈറ്റർ എടുക്കണമെങ്കിൽ അവിടെ നിന്ന് എടുത്ത് കത്തിക്കുക, അതിനുശേഷം അവിടെ തന്നെ ഇട്ട് വെക്കുക. അല്ലാതെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മിസ്സായി പോകും, സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടാറില്ല. അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം അടുത്ത ടിപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് കുറേ സാധനങ്ങൾ മേടിക്കുന്ന കവറുകളൊക്കെ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്ത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് വലിയൊരു കിറ്റിലിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം നമ്മളിനി അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലത്തെ കവറുകളൊക്കെ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് 4ആയിട്ട് നീളത്തിൽ മടക്കിയെടുക്കുക. എങ്ങനെ വേണം നമുക്കിത് മടക്കി നീളത്തിൽ തന്നെ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ സമൂസ നമ്മൾ എങ്ങനെയാണോ ഫോൾഡ് ചെയ്തെടുക്കുന്നത് അതുപോലെ ഒന്ന് കോണായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഫുൾ അങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഹാങ് ചെയ്ത് പിടിക്കുന്ന ഭാഗം അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കവർ അതുപോലെ ഒരു ചെറിയൊരു കോൺ ഷേപ്പിലിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കവറുകളും കൂടി ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു കവർ വെച്ചിരുന്ന സ്പേസും അതുപോലെ അതൊന്ന് മടക്കി എടുത്തപ്പോൾ വന്നേക്കുന്ന സ്പേസ് കൂടി ശ്രദ്ധിച്ചാൽ അറിയാമല്ലോ. അപ്പം നമുക്ക് ഇത്രത്തോളം സ്പേസ് ലാഭിക്കാൻ പറ്റും. നമ്മളൊരു ഭാഗത്തൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അടുക്കളയിലൊക്കെ ചെന്ന് കയറി നമുക്കൊരു വൃത്തികേടായിട്ടാണ് ഇത് കിടക്കാറ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ ഇതുപോലെ തന്നെ ബാക്കിയുള്ള കവറുകളും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കട്ടെ.
അപ്പം എന്നാൽ നമ്മളിങ്ങനെ അത് എല്ലാ കവറുകളും ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചെറിയൊരു കണ്ടെയ്നറിലേക്ക് ഇട്ട് വെക്കാം. അപ്പം നമുക്ക് ആവശ്യാനുസരണം ഇത് ഓരോ പാക്കറ്റുകളും നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് സ്ഥലം ഒരുപാട് ആവുകയില്ല, എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി സൈഡിൽ വെക്കുകയും ചെയ്യാം. അപ്പം നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഒരു 2-3 പീസ് ചെറിയ പീസായിട്ട് തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറേശ്ശെ ബേക്കിംഗ് സോഡയാണ്. ഇത് നമ്മൾ ഓരോ തുണികളിലും കുറേശ്ശായിട്ട് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണൊക്കെ അളവിൽ മതി ഇത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിയെടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ അങ്ങ് കെട്ടിയെടുക്കുക. അതൊന്ന് കവർ ചെയ്യുക, ഉള്ളിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. സോഡാപ്പൊടി നമ്മുടെ ആ തുണിക്കുള്ളിലാക്കി നമ്മളിത് നല്ലതുപോലെ പുറത്ത് പോവാത്ത രീതിക്ക് കെട്ടിയെടുക്കുക. അപ്പം നമ്മളിത് ആദ്യം ഇങ്ങനെ ഒന്ന് കെട്ടിയെടുക്കുക. അതിനുശേഷം അങ്ങനെ നമ്മളിതൊക്കെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റിൽ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മൾ ഇതിൽ ഒരു പീസ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിലാണ്. എന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെച്ചാൽ എല്ലാത്തിനും സ്മെല്ലായിട്ടൊരു പ്രത്യേക സ്മെല്ല് ചെറിയ രീതിക്ക് പുറത്ത് വരും. അപ്പോൾ ആ വരുന്ന സ്മെല്ലൊക്കെ ഈ ഒരു നമ്മൾ ഈ വെച്ചിരിക്കുന്ന പീസിലുള്ള സോഡാപ്പൊടി വലിച്ചെടുക്കും. നമ്മൾ തുറന്ന് വെക്കുന്നതിനെക്കാട്ടും അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒന്ന് ഇട്ട് വെക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതുപോലെ ഒന്ന് കെട്ടി വെക്കുന്നതാണ്. അപ്പോൾ അത് ആ സ്മെല്ലൊക്കെ വലിച്ചെടുക്കും. പിന്നീട് നമ്മൾ ചെയ്യാൻ പോകും നമ്മുടെ ഷൂവിലൊക്കെ നമ്മളിപ്പോൾ ഇട്ടിട്ട് പോയിട്ട് വരുന്ന ഷൂവിലൊക്കെ ഒരുമാതിരി സ്മെല്ല് വരാറില്ലേ, അപ്പോൾ ആ സ്മെല്ലൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ഈ കെട്ടി വെച്ചേക്കുന്ന സോഡാപ്പൊടിയുടെ ഇത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകുമ്പോൾ എടുത്ത് മാറ്റിയിട്ട് അതേ ഷൂ തന്നെ ഇട്ടുകൊണ്ട് പോവാം. അതുപോലെ നമുക്ക് 2-3 ദിവസത്തേക്ക് ഇത് വെച്ചിട്ട് ഉപയോഗിക്കാനും പറ്റും. അതേസമയം നമ്മൾ സോഡാപ്പൊടി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ കാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു കെറ്റിലാക്കിയിട്ട് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ സ്മെല്ല് എല്ലാം അതങ്ങ് വലിച്ചെടുക്കും. ആ സോഡാപ്പൊടി നമ്മുടെ ഷൂവിനുള്ള സ്മെല്ലൊക്കെ ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കും കേട്ടോ. അപ്പം അടുത്ത ടിപ്പെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഗ്ലാസ് സ്റ്റോപ്പിലൊക്കെ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്ത് കഴിയുമ്പോഴേക്കും ഓയിൽ വരാറില്ലേ, അതായത് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് അതുപോലെ അങ്ങനെ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും വരാറുണ്ട്. അപ്പം അത് പോകാനുള്ളൊരു അടിപൊളി ടിപ്പാണ്. നമ്മളിപ്പം തുടച്ചാലും വെള്ളം വെച്ചിട്ട് തുടച്ചാലും അത് പോവാറില്ല. നല്ലപോലെ അതിൽ ഓയിലിൻ്റെ അംശം കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു തുണി വെച്ച് തുടച്ചതാണ്, എന്നിട്ടും അതിൽ ഓയിലിൻ്റെ അംശമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓയിൽ നല്ലതുപോലെ പോകാൻ വേണ്ടി നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വിനാഗിരി എടുക്കുക. വിനാഗിരി എടുത്തതിന് ശേഷം നമ്മൾ ആ ഗ്ലാസ് ടോപ്പിലേക്ക് കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കാം. നമ്മൾ ഒരു ക്ലോത്ത് എടുക്കുക, ക്ലോത്തിലും കൂടി ഒരു അടപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. തുടച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ പിന്നെ എണ്ണമയമൊക്കെ പോവും. നല്ലപോലെ ഓയിലിൻ്റെ അംശമൊക്കെ നമ്മുടെ സ്റ്റവിൻ്റെ പുറത്തുനിന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തുടച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു തുള്ളി പോലും ഓയിലിൻ്റെ അംശമില്ല. എല്ലാം നല്ലതുപോലെ തന്നെ പോയിട്ടുണ്ട്. നമ്മൾ സോപ്പ് വെള്ളം ഒന്നും വെച്ചിട്ട് തുടക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഫസ്റ്റിൽ ഞാൻ തുടച്ചതാണ് ആ ഓയിലിൻ്റെ അംശം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മറ്റു വീഡിയോസായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.